ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അതിന്റെ ക്ഷീണത്തിലായിരിക്കും അല്ലെ? നമ്മളും അതിന്റെ ക്ഷീണത്തിലാണ്. എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചു വിചാരിക്കുന്നു. പക്ഷെ നമുക്ക് ചെറുതായിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഈദ് വ്ളോഗ് കാണാത്തിട്ടുണ്ട്, വേഗം പോയിട്ട് അത് കാണട്ടെ. നമ്മള് എന്തുകൊണ്ടാണ് ഈദ് ആഘോഷിക്കാൻ പറ്റാതിരുന്നത് അതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈദിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് വേറൊരു കാര്യം ഓർമ്മയെന്ന് പറഞ്ഞു. നമ്മള് ഈദിന്റെ പിറ്റേ ദിവസം നമ്മള് ഫുഡ് കഴിക്കാൻ പോയത് നല്ല കോമഡിയാണ് കേട്ടോ. ഈദിന്റെ പിറ്റേന്ന് നമ്മള് മർസി പറഞ്ഞു രാത്രി വന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 8:30-9 മണിയായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ അല്ലെ. 8 മണി ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങി. എന്താ പറയാ, ആ സമയത്ത് തന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി എപ്പോ പോവല് അല്ലേ? ഇപ്പൊ മഷൂറിനാങ്കിൽ എവിടെയാണ് എങ്ങനെ പോലെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോവാൻ പ്ലാൻ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് അല്ലെ. നമുക്കൊരു മസാല ദോശ എന്നിട്ട് എവിടെ എത്തിച്ചിരുന്ന നമ്മളല്ലേ. നമ്മൾ എന്നിട്ട് ഏകദേശം ഒരു 9-10 റെസ്റ്റോറന്റിൽ നമ്മള് കേറി. എവിടുന്ന് നമുക്ക് ഫുഡ് കിട്ടിയിട്ടില്ല കേട്ടോ. ഏകദേശം 3-4 റെസ്റ്റോറന്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി തുറന്നിരിക്കുന്ന സംഭവത്തിലും എന്താ പറയാ അത്രയും ആള് റഷ്. എന്താണ് ഫുഡൊന്നും ആക്കിയിട്ടില്ല. എല്ലാരും പുറത്തുണ്ടായി. നമ്മളെ പോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാവും അതേപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. ഒരു മാസം വീട്ടിനുള്ളിൽ അടങ്ങിയിരുന്ന പ്രതികാരം കിട്ടുന്നത് ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടില്ല അല്ലേ. ലാസ്റ്റത്തിൽ നമ്മള് പോയ സമയത്ത് അവിടെ അടി ഫുഡ് 8:15 വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 10 മണിയായിട്ട് ഫുഡ് കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ അവിടെ പൊരിഞ്ഞ അടിയൊക്കെ ആയി. അത് അല്ല അവിടെ കണ്ടറേ നമ്മള് മതിയാക്കിയത്. ഇനി എവിടെ പോകണ്ടേ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് നമ്മൾ വെറുതെ ഷഫ്നാസിനൊന്ന് വിളിച്ചു നോക്കി. പിലാത്ര പയ്യന്നൂർ ആ ഭാഗത്ത് എങ്ങനെങ്കിലും എന്തെങ്കിലും പോകൂല, എന്തായാലും അറിയാൻ വേണ്ടിട്ട് അവസ്ഥ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു, അവരെ ഫാമിലി മൊത്തമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വിളിച്ചു ചോദിച്ചാൽ അവര് സെയിം അവര് ഇവിടെയും അതന്നെ സംഭവം. ഫുഡില്ല, ക്രൗഡാണ്. അവര് കൊറേ കാത്തുനിന്നിട്ട് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ലാസ്റ്റ് എവിടെ എത്തിയെന്ന് വിചാരിച്ചാൽ നമ്മള് വരുന്ന വഴിക്ക് എന്താ പറയാ 11 മണിയായി ഗൈസ് അല്ലെ. രാത്രിത്തെ 11 മണി. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറന്റില് ക്യൂ തന്നെ. എന്നിട്ടും ക്യൂ തന്നെ ഉണ്ടായി. മിക്കവാറും എല്ലാവരും ഫുഡ് തീർന്നു പറ്റി തിരിച്ചു നോക്കാനായിട്ട് തിരിച്ചു നോക്കണ്ട. നമ്മള് ലാസ്റ്റ് 2 മാഗി വാങ്ങി ഇവിടെ നിന്ന് മാഗി ആക്കിയിട്ട് അങ്ങ് തിന്ന് അതിന് തൃപ്തിപ്പെട്ടു. അന്നത്തെ നമ്മളെ ഫുഡിന്റെ പേര് മാഗിയിലുണ്ടായി. മാഗി അതെ, ഒരേ തലയിൽ എഴുതിച്ചിട്ടുണ്ടാവുന്ന അറിയില്ലേ. അപ്പൊ അന്ന് നമ്മക്ക് എഴുതി വെച്ചിട്ടുണ്ടായ ഒരു മാഗി ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മള് അതിന് പ്രതികാരമായിട്ട് നമ്മളൊന്ന് പുറത്തു പോയിട്ട് വരാന്ന് വിചാരിച്ച്. അതിന് പ്രതികാരമല്ല, ജസ്റ്റ് നമ്മള് കൊറേ ആയി പോവാത്തെ. എവിടെയൊക്കെയോ പോകുന്നുണ്ട്. പക്ഷെ എന്താ നമ്മളെ നമ്മളതായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പുറത്തൊന്ന് കറങ്ങാനായിട്ടൊന്നും പോയിട്ടില്ല അല്ലെ. അപ്പൊ ഇതൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മളിപ്പോ പിസ്സ ഉണ്ടാക്കുന്നത് ഈ ഒരു OTGയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ അഗാരന്റെ OTG. 60 ലിറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ OTG എന്ന് പറഞ്ഞാൽ ഓവൻ ടോസ്റ്റർ ഗ്രില്ലറാണ് കേട്ടോ. അപ്പോൾ OTGയും ഓവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിചാരിച്ചാൽ മൈക്രോവേവ് യൂസ് ചെയ്തിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു OTG എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇവിടെ തായിൽ 2 എലമെന്റ്സ് ഉണ്ട്, തായിലും മേലും അത് വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ട്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇത് ഫംഗ്ഷൻസ്, നമുക്ക് ഏത് ഫംഗ്ഷൻസാണ് നമ്മൾ ഹീറ്റ് വരേണ്ട സംഭവം കേട്ടോ. ഇത് മേലെന്ന് ഇത് താഴ്ന്ന് മേലെന്നും പിന്നെ അതുപോലെ തന്നെ ഇത് പവറിൻ്റെ എന്താ പറയുക ഓണാക്കി കഴിഞ്ഞാൽ കത്തുന്ന സാധനം കേട്ടോ. പിന്നെ ഇത് വരുന്നത് നമുക്ക് റോട്ടിസറിയും അതുപോലെ തന്നെ ഫാന് മാത്രം, പിന്നെ റോട്ടിസറിയും ഫാനും 2 കൂടി ഒന്നിച്ച് വരുന്നതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ OTGയിലും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു അഗാര OTGയിൽ ഇതും അതുപോലെ തന്നെ ഇതും ഒക്കെ എക്സ്ട്രാ വരുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് സമയം സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ, നമുക്ക് എത്ര സമയം കുക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ 90 മിനിറ്റ് വരാൻ കേട്ടോ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ ഒരു സ്റ്റേ ഓൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാനുവലായിട്ട് എത്ര മിനിറ്റ് വരാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു OTG വെച്ചിട്ട് നമുക്ക് കുക്കീസ്, കേക്ക്, അതുപോലെ തന്നെ പിസ്സ, ചിക്കന് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഡോർ വരുന്നത് 2 സ്റ്റോപ്പ് ആയിട്ടാണ് കേട്ടോ. ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അഗാരൻ്റെ OTGയിലെ ആക്സസറീസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മാനുവലിൽ ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിങ്ങനെ ഒരു ട്രേ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് BBQ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. പിന്നെ ഇതുപോലെ തന്നെ ഒരു
ട്രേയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ട്രേ തന്നെയാണ്. പിന്നെ ഇതാ നമുക്ക് ഫുൾ ചിക്കനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കറങ്ങുന്ന ഷവായി എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. പിന്നെ ഇതൊരു കുഞ്ഞ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ആക്സസറീസ്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ ആട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ഇപ്പം ഉണ്ടാക്കാൻ പറ്റിയതും ഒരു ഐറ്റാണ്. അപ്പം നമ്മൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ പിസ്സേൻ്റെ സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു OTG വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്തോ കേട്ടോ. അകാരുടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അവര്. അപ്പൊ ഗൈസ് നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് സംഭവമായില്ല വർഷി. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് നമ്മളിവിടെ ഇവിടെ അടുത്ത് തന്നെ ചൂട്ടാട് ചെമ്പലിക്കുണ്ടെന്ന് എപ്പം പറയല്. ചൂട്ടാട് ബീച്ചാണ് നമ്മള് പോകുന്നത്. ചെറുപ്പത്തിലൊക്കെ അവിടെ പോയതാണല്ലേ? കുഞ്ഞായിട്ട് പോയതാണ്. അതിനുശേഷം അവിടെ പോയിട്ടില്ലല്ലോ. കുഞ്ഞിലെ കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിൽ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറയാന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞി ബേബി ഓളെ തന്നെ പറയല്. അതെല്ലാം ഉറക്കലുണ്ടായി ഇപ്പൊ എണീപ്പിച്ചതാണ്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് പോവണം. അപ്പൊ ഇന്നത്തെ നമ്മളെ ഫുഡ് പുറത്താണ് കേട്ടോ. തീർക്ക അല്ലേ പോവാ നമുക്ക്. അപ്പൊ നെസ് ബേബിക്ക് തിന്നാൻ വേണ്ടി വാങ്ങിയ സാധനമാണ്. തിന്നാൻ വാങ്ങിയതല്ലേ എടുത്ത്? ഇല്ല എനിക്കിത് പാലിട്ട് കുടിക്കുന്ന കോൺഫ്ലെക്സ് ആണ്. ഇവള് സ്നാക്ക് പോലെ ഇങ്ങനെ കുറിക്കല. അത് ഇത് നോക്ക് തന്നിട്ടില്ല. എന്നിട്ട് അതെ വണ്ടി വിട് വണ്ടി വിട്. നല്ല തിരക്കാണ്. നല്ല ഇന്ന് വിഷു അല്ലേ? ഇന്ന് വിഷു ആണ്. അതിന്റെ ഓർമ്മ ഉണ്ടായിട്ടില്ല നമുക്ക്. അതന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഓർമ്മ വന്നത് വിഷു ആണെന്നുള്ളത്. നല്ല തിരക്കായിട്ടുള്ളത് കേട്ടോ ആ ബീച്ചില്. അന്നത്തെ പോലെ തന്നെ ഫുഡിനും തിരക്കന്നെ ഉണ്ടാവാൻ ഇവിടത്തെ നമ്മൾ ഇവിടെ വന്ന് ഈ അടുത്ത് തന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പൊ അത് നടക്കും തോന്നുന്നില്ല. മസ്തിയില നല്ല പണി കിട്ടി. അങ്ങനത്തെ ഓളെ തിരക്കാട്ടാ. അതിന്റെ ഉള്ളിൽ തന്നെ പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ. ഇവിടെ ആവുമ്പോ എൻട്രി ഫീ അത്രയല്ലേ ഉള്ളൂ. അതായിരിക്കും എല്ലാരും വിഷു ആയതുകൊണ്ട് ഇങ്ങോട്ട് എത്തിട്ടുണ്ടാവാന്. ഇവിടെ എന്തല്ലോ മറ്റേ ഫെസ്റ്റും കാര്യങ്ങളും വരുന്നു. ഫെസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ വിഷുവിന് എന്താ 2 പടക്കും ഇതൊക്കെ വാങ്ങിണ്ടായിന് കേട്ടോ. പടക്കു വിഷുവിന് വാങ്ങിയതല്ല. നമ്മള് ജസ്റ്റ് ഒന്ന് എന്താണ് ആരെ വിളിക്കുന്നത്? ആരോ വിളിച്ചാൽ അങ്ങനെ എടുക്കല. നമ്മളെന്നിട്ട് 2 പൂക്കുറ്റിയും 2 നിലച്ചക്കറും പിന്നെ ചെറിയ പൂക്കിത്തിരി എന്ന് പറയാം. ആടെ പൂക്കിറ്റി എന്ന് പറഞ്ഞു അവര്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ എല്ലാവരും കൊട്ടിക്കുന്ന പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് വാങ്ങാന്ന് വിചാരിച്ചു. കാരണം വിഷുവിനല്ല ഈ സാധനം കിട്ടാം. നെസുവിനൊന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ വിഷുവിന് ഇതേപോലെ പൊട്ടുന്ന സൗണ്ടിലും കേട്ട് ഞങ്ങൾക്ക് പെനിയിലും വന്നിട്ട് പേടിനത് മാറ്റേന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. എന്നിട്ട് വാങ്ങിട്ട് നല്ല പൊട്ടിച്ച് കളിച്ച് ഇടക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ടില്ലേ പാപ്പ മതിയില്ലേ ഉള്ളിക്കറ. ഗൈസ് നമുക്ക് അങ്ങനെ പാർക്കിംഗ് കിട്ടി. ഗൈസ് നമ്മളത് ലാസ്റ്റത്തത് എവിടെ അല്ലേ നമ്മൾ കേറുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാർക്കിംഗ് ഫുള്ളായി തീർന്നു. പാർക്കിംഗ് ഫുള്ളായി. ഇനി നമുക്ക് ഇതാ ഇവിടെ നിർത്താം. നമ്മള് നല്ല ആളാണ്. നല്ല തിരക്കാണ്. ഫെസ്റ്റും കാര്യൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ എല്ലാരും അതിന് വിഷുവിന്റെ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടാ. ഫോൺ എടുത്തിട്ട് പോകും. ക്യാമറയും തൂക്കി നടക്കൂല. ആള് പുറത്തിറങ്ങി. ഇങ്ങോട്ട് വെള്ളത്തിൽ കണ്ടിട്ടാ. വെള്ളത്തിൽ തുള്ളാനായിരിക്കും നിന്റെ അവസ്ഥ. നല്ല ക്രൗഡ് ഉണ്ടല്ലേ. എവിടെ പോകണ്ട നമുക്ക്? എവിടെ ഇപ്പൊ ഇത് എവിടെ പോണ്ടേ? ആ ലൈറ്റിന്റെ അടുത്താ. ആ ലൈറ്റിന്റെ അടുത്ത് പോണം. കളിക്കുവോ മോളെ? അതിൻ്റെ ഉള്ളന്ന് കളിക്കുവാ? എന്താ അല്ല ആ രീതിയിൽ കയറുന്ന തോണിയിൽ. തോണിയാണ് മസീബിന് ഓർമ്മയത്. ഫെസ്റ്റിവൽ എല്ലാ കരച്ചിലും പിടിച്ചാലും ഉണ്ടായി മസീബ്.
ഡെക്കിനെ കണ്ടിട്ട് ഹെലികോപ്റ്റർ ഇതില് കയറാനാ കേറോ? കേറൊന്നും ചെയ്യൂല. ഓള് കണ്ടപാടന്നെ ഡക്കിനെ വേണമെന്ന് പറഞ്ഞേ. നമ്മ പറയുന്നത് കേക്കുന്നുണ്ടാമോ? നല്ല സൗണ്ട് ആയോണ്ട് ഡബ് ചെയ്യാ. അതന്നെ, നല്ല പൊട്ടും എല്ലാം കേക്കുന്നുണ്ട്. നമ്മള് ക്യൂരിയോസിറ്റിയിലുള്ളത്. ഓള് കുഞ്ഞായപ്പോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായത്. അല്ലെ നമ്മളോള് ചെറുതിലായാലല്ലേ ഇവിടെ വന്നിട്ടുണ്ടായത്. നമ്മള് ഫെസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞത് ശരിക്കും ഇതാന്ന് കേട്ടാ. ഫെസ്റ്റ് ഉണ്ട്. ഇതാ നല്ല ക്രൗഡ് വന്നു. എതിർക്ക ഇത് ഫെസ്റ്റ് തന്നെയല്ലേ? നമ്മള് നെസു എല്ലാത്തിലും കേറണമെന്നുള്ള ആഗ്രഹപ്രകാരം പിന്നെ നമുക്ക് ഒറ്റക്ക് ഇതുപോലത്തെ ഇതിലൊന്നും വിടാനും വലിയ ധൈര്യമില്ല. എന്ന് വെച്ചാൽ അത്രയും സേഫ്റ്റി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കയറി. ഇവിടെ ആകുമ്പോ നമുക്ക് 3 ആൾക്കും കയറാലോ. അങ്ങനെ നമ്മൾ ഇതില് കയറാൻ ഇവിടുന്ന് ആകാശത്തൊട്ടാണ് കൂക്കുന്നത്. ഇതന്നെയായിരിക്കട്ടെ നമ്മളും കയറിയാലുള്ള അവസ്ഥ. പൂക്കലും കരച്ചലും തന്നെ ആയിരിക്കും. ബാപ്പയും മോളും ഒന്നിച്ചിരിക്കുന്നേ. ഇഷ്ടപ്പെട്ടില്ല മോക്ക്? മോക്ക് ഇഷ്ടപ്പെട്ടില്ല? മോക്ക് ഇഷ്ടായിട്ടില്ല? എന്നോട് ഇറങ്ങിയ പാട് പറയാ മതിയാ. ഇനി കേറാ. ഇനി ഏതിലാ കേറണ്ടേ? എവിടാ? അവിടെ കാറിലാ? വെറുതെ പറച്ചിലേ നമ്മ കേറിയത്. കേറിയൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നല്ലേ. കാലം വെച്ചടിച്ചടിച്ചടിച്ചിട്ട് ബാപ്പാക്കില്ല. എന്റേതാണ് കഴിക്കുന്നിട്ടാണ്. എപ്പോഴും നമ്മ എവിടെ പോയാലും കഴിക്കുന്ന സാധനമുണ്ട്. എന്താണ്? ഗോബി മിന്ന മുളക് ബജി. ഗോബി ചില്ലി പിന്നെ മുളക് ബജി. മുളക് ബജി എനക്ക് വേണം. നീ ഗോബി കഴിച്ചോ. ഇനി ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോകട്ടെ. ഇതിന് നേരെ അപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അത് അധികം ഇടാൻ കഴിയില്ല, കോപ്പിറൈറ്റ് വരും. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയെന്നിട്ടാ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടില്ല മർസി. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ. നമ്മള് കേറുമ്പോ പറഞ്ഞു എന്തായാലും ആരെങ്കിലും ഒരാളുണ്ടാവും പറഞ്ഞിട്ടുണ്ടായി. അവിടെ അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. നേരെ അപ്പുറത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റിൽ നമ്മള് മുമ്പ് വന്നിട്ട് അതന്നെ വണ്ടി ഏതായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടാ. വേറെ റെസ്റ്റോറന്റ് വന്നിട്ട് നമ്മൾ അതിന്റെ അടുത്ത് തന്നെ നല്ല ക്രൗഡാണ്. നമ്മളെന്തായാലും ആദ്യം പറയണ്ടായിട്ടില്ല. കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മള് വേറെ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഉണ്ടാകുന്ന അറിയില്ല. ഇത് കഫേയാണ്. റെസ്റ്റോറന്റും കഫേയും നമ്മളെ ഏത് അത് ചായ് കോഫി വാ പോലെ. ഫുഡ് വന്നു ഗൈസ്. ഇതാ അവള് മയോണീസ് കണ്ടിട്ട് അതാ പറയുന്നത്. എന്താ ബട്ടറിനാണ് വരാനുണ്ട് കേട്ടോ. നെസൂനാണ് ബിരിയാണി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മള് റുമാലി റൊട്ടിയും അൽഫാമും തന്നെ പറഞ്ഞു. നമുക്ക് പൊട്ടിയ പ്ലേറ്റ് ആണ് യെസ് തന്നത്. പൊട്ടിയ പ്ലേറ്റ് ഇവിടെ നോക്കണേ. ഫോൺ നിർക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോയിരുന്നോ. നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇവിടുന്ന് കാറുള്ളത് തന്നെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ച്. നമ്മള് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയത് ജസ്റ്റ് ഒരു എന്താ പറയാ
പെട്ടെന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് പോയതാ. നമ്മളതായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാനാണ് വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ എന്താ പറയാ ഫെസ്റ്റ് ഉണ്ട്, വിഷുവിന്റെ പരിപാടിയൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായി. അങ്ങനെ അറിയാണ്ട് വന്ന കൊറേ ആൾക്കാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പറയാ ഇല്ല. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത നമ്മുടെ യസ്ബേബിന്റെ കാത് കുത്താനുള്ള പ്ലാനെല്ലാം ഉണ്ട്. ഇൻഷാല്ലാ ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് പറയാനി ഒന്നും പറയാനില്ല. നല്ല എക്സൈറ്റ്മെന്റ് ഹാപ്പിയിലുള്ള. അപ്പൊ ഓക്കെ, ബൈ പറഞ്ഞേ. ബൈ. ബൈ പറ.